പഞ്ചതന്ത്രത്തിലാണോ കഥാസരിസാഗരത്തിലാണോ ഇനി ഈസോപ്പിൻ്റെ കഥയിലാണോ എന്നെനിക്കറിയില്ല. പണ്ട് എവിടെയോ വായിച്ച ഒരു കഥയാണ്. ഏതോ രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് വളരെ പ്രസിദ്ധനും പ്രതിഭാധനനുമായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം പ്രജകളെ അത്ര തന്നെ വിശ്വാസമില്ലായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ അട്ടിമറിക്കും, ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കും, ഇദ്ദേഹത്തിന് ജീവൻ അപായം വരുത്തും എന്നൊക്കെ മിക്കവാറും എല്ലാ രാജാക്കന്മാർക്കും സംശയവും ഉണ്ടാവും, ഭയവും ഉണ്ടാവും. ഈ രാജാവിന് അല്പം കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് ഈ ഔദ്യോഗിക വസതിക്ക് ചുറ്റും കാവൽ ഭടന്മാരെ ധാരാളമായിട്ട് ഏർപ്പെടുത്തി. പിന്നെ പോകുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പല്ലക്കിന് മുന്നിലും പിന്നിലുമൊക്കെ ആയിട്ട് അകമ്പടി വാഹനങ്ങളും, പിന്നെ നമ്മുടെ സമീപകാലത്ത് ചില ആളുകളൊക്കെ ചെയ്യുന്ന പോലെ ആംബുലൻസും ഫയർ എഞ്ചിനും നിരവധി കവചിത വാഹനങ്ങളുമൊക്കെ ആയിട്ടാണ് സഞ്ചരിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഭയം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എനിക്ക് ജീവാപായം വരുത്തും, ജീവഹാനി വരുത്തും, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാനും ഉണ്ടാകുകയില്ല എന്നൊക്കെ അദ്ദേഹം ഭയപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത വേറൊരു വഴിക്ക് തിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. ഈ കുരങ്ങനും ഇതേപോലെ തന്നെ ബുദ്ധിമാനാണ്, അതിബുദ്ധിമാനായ ഒരു കുരങ്ങൻ. അദ്ദേഹം ഇത് ചോദിച്ചാൽ ഈ കുരങ്ങനെ ട്രെയിൻ ചെയ്തു. കുരങ്ങനെ ഒരു അംഗരക്ഷകനായിട്ട് വളർത്തിയെടുത്തു. കുരങ്ങനെ വളരെ മൂർച്ചയുള്ള ഒരു വാളും കൊടുത്തു. അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഈ കുരങ്ങൻ കാവൽ നിൽക്കും. എന്താ വെച്ചാൽ ഏതെങ്കിലും ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ അവരെ തുരത്താനാണ് കുരങ്ങൻ. അങ്ങനെ വാളുമെടുത്ത് കാവൽ നിൽക്കുമ്പോഴാണ് ഒരു ഈച്ച പാറിപ്പറന്ന് വന്ന് രാജാവിൻ്റെ മൂക്കത്തിരുന്നു. രാജാവ് അഗാധ നിദ്രയിലാണ്. അദ്ദേഹം ഇതറിയുന്നില്ല. അപ്പോൾ കുരങ്ങൻ നോക്കിയപ്പോൾ രാജാവിൻ്റെ മൂക്കത്ത് ഈച്ചയിരിക്കുകയാണ്. കുരങ്ങൻ എന്ന് ചോദിച്ചാൽ വാള് എടുത്ത് ഉയർത്തി ഒറ്റ വെട്ട് വെച്ച് കൊടുത്തു. വെട്ട് വളരെ കൃത്യമായിരുന്നു. ഈച്ച മുറിഞ്ഞ് 2 കഷ്ണമായിപ്പോയി. ആ കൂട്ടത്തിൽ രാജാവിൻ്റെ കഴുത്തും മുറിഞ്ഞ് 2 കഷ്ണമായിപ്പോയി. അപ്പോൾ ഇത് പഞ്ചതന്ത്രത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഗുണപാഠമെന്ന് വെച്ചാൽ മൂഢന്മാരായ ആളുകളെ ഭൃത്യന്മാരായിട്ട് നിയമിക്കരുത്, അവർ യജമാനന് തന്നെ ജീവഹാനി വരുത്തും എന്നാണ്. ഇപ്പോൾ ഈ കഥ ഓർക്കാൻ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഴിഞ്ഞ ദിവസം നിയമസഭയിലുണ്ടായ കൂളലക്കമാണ്. നിയമസഭയിൽ മാത്രമല്ല, സഭയ്ക്ക് പുറത്തും വലിയ കൂളലക്കുണ്ടായി. സംഭവം നിസ്സാരമാണ്, കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഈ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കുലംകുത്തിയെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ ഏതാനും ധീരസഖാക്കൾ കേരളത്തിലെ പല ജയിലുകളിലായിട്ട് തടവ് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ജീവപര്യന്തമാണ് വിചാരണ കോടതി വിധിച്ചത്. ഹൈക്കോടതിയിൽ വന്നപ്പോൾ അത് 20 വർഷം ഇളവില്ലാത്ത തടവ് ശിക്ഷയായിട്ട് വർദ്ധിപ്പിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. ആ വിധിപ്രകാരം ഇതിലെ പ്രതികളായിരിക്കുന്ന കിർമാണി മനോജ്, കൊടി സുനി, ട്രൗസർ മനോജ്, മുഹമ്മദ് ഷാഫി, രജീഷ് മുതലായവരൊക്കെ 20 കൊല്ലം യാതൊരു ഇളവും കൂടാതെ ജയിലിൽ കഴിയേണ്ടതായിരിക്കും. അങ്ങനെ ഈ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധീരസഖാക്കൾക്ക് ജയിലിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കാനായിട്ട് ജയിൽ സൂപ്രണ്ട് എഴുതി അയച്ച ലിസ്റ്റിൽ എങ്ങനെയോ പേര് വിട്ടുപോയി. സൂപ്രണ്ടിന് അറിയില്ലായിരുന്നു ഹൈക്കോടതി ഇങ്ങനെ വിധിച്ച കാര്യം. അപ്പോൾ അദ്ദേഹം സൽസ്വഭാവികളും സുചരിതരുമായ പ്രതികളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇവരൊക്കെ പാവങ്ങളാണല്ലോ, വളരെ സമാധാനപ്രേമികളായ ഇതിൽ 3 പേരുടെ പേര് കൂടി എഴുതി കൂട്ടിച്ചേർത്ത് വിട്ടു. അത് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്ക് പത്രക്കാർ കണ്ടുപിടിച്ചു, വാർത്ത വന്നു, ടെലിവിഷൻ ചാനലുകാർ ചർച്ച സംഘടിപ്പിച്ചു, പിറ്റേ ദിവസം മുഖപ്രസംഗങ്ങൾ വന്നു, ആകെ ചളമായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പ്രതിപക്ഷക്കാർ വെറുതെ വിടില്ലല്ലോ. ടി പിയുടെ വിധവയായിരിക്കുന്ന സാക്ഷാൽ രമ തന്നെ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. അടിയന്തര പ്രമേയം പോലെ എന്തോ ഒന്നിന് നോട്ടീസ് കൊടുത്തു. ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ സാധാരണ നടപടിക്രമം എന്ന് വെച്ചാൽ സ്പീക്കർക്ക് വേണമെങ്കിൽ അവതരണാനുമതി നിഷേധിക്കാം. പക്ഷേ ബന്ധപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം കേട്ടതിന് ശേഷമാണ് ചെയ്യുക. അപ്പോൾ അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ജയിൽ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, ഇത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, അങ്ങനെ പ്രതികളെ വിട്ടയക്കാൻ യാതൊരു തീരുമാനവുമില്ല, ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് എന്ന് പരിശോധിക്കും എന്ന് പറഞ്ഞ് പ്രശ്നം തീർക്കാവുന്നതുള്ളൂ. പക്ഷേ സ്പീക്കർ എന്ന് ചോദിച്ചാൽ ഇത് മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു ഇത് അവർക്ക് ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം പ്രസിദ്ധമായതുകൊണ്ട് അവതരണാനുമതി നിഷേധിക്കും. അത് വലിയ പുകിലായി. മന്ത്രി പറയേണ്ട ഉത്തരം സ്പീക്കർ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ആക്ഷേപം. നമ്മുടെ വി.ഡി. സതീശനാണെങ്കിൽ നിയമസഭാ ചട്ടങ്ങളൊക്കെ പഠിച്ച് മനഃപ്പാഠമാക്കിയ ആളാണ്. അദ്ദേഹം ഒരുപാട് കൊല്ലമായിട്ട് നിയമസഭയിലിരിക്കുന്ന ആളാണ്. വളരെ വർഷങ്ങളായിട്ട് നിയമസഭാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2001
നിയമസഭാംഗമായിട്ട് വന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് സിൽവർ ജൂബിലിയുടെ അടുത്തെത്തി. മാത്രമല്ല ഈ ചട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് ഹൃദിസ്ഥമാണ്. കൗളൻ ശക്തരൊക്കെ കാണപ്പാടമാക്കിയ ആളാണ് സതീശൻ. ചെന്നിത്തലാണെങ്കിൽ ഒരു പക്ഷേ പോട്ടെ എന്ന് വെച്ചാൽ, പക്ഷേ സതീശൻ അത് കയറി പിടിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലെത്തി ഭയങ്കര ബഹളമുണ്ടാക്കി. അവർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി. സ്പീക്കർ ചെയ്തത് തെറ്റാണ്, സ്പീക്കർ അവകാശ ലംഘനം നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് മുഖ്യമന്ത്രിക്ക് വിട്ടു കൊടുത്തെങ്കിൽ അദ്ദേഹം 3 വാചകത്തിൽ മറുപടി പറഞ്ഞ് പ്രശ്നം തീർത്താൻ. ഈ ബുദ്ധിശൂന്യനായ ആളെ അംഗരക്ഷകനാക്കിയ രാജാവിൻ്റെ അവസ്ഥയിലായിപ്പോയി നമ്മുടെ പാവം മുഖ്യൻ. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ന് മാതൃഭൂമി പത്രം ആ സ്പീക്കറെ ആക്ഷേപിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. മനോരമയും മോശമാക്കിയിട്ടില്ല. ബാക്കി എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകാരും സ്പീക്കർ നിഷ്പക്ഷനായിട്ടല്ല പെരുമാറുന്നത്, അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല ഇത്, അദ്ദേഹം വേറെ വല്ല പണിയും നോക്കുന്നതാണ് നല്ലത് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ പഞ്ചതന്ത്ര കഥകളൊക്കെ ഈ ഭരണകർത്താക്കൾ വായിച്ചില്ലെങ്കിൽ കുഴപ്പം എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും മുഖ്യൻ്റെ ഗതികേടിൽ നമുക്ക് സഹതപിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതുപോലെ പ്രതിഭാശാലികളായ ആൾക്കാരെയൊക്കെ സ്പീക്കറുടെ കസേരയിലെടുത്തതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കേണ്ടത്. ഇവിടെ സ്പീക്കർ ചെയ്തതെന്ന് വെച്ചാൽ മോർ ലോയൽ ദാൻ ദ കിങ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ മോർ കാത്തലിക് ദാൻ ദ പോപ്പ് എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് റിയാസിനേക്കാൾ കൂടുതൽ പിണറായി ഭക്തി കാണിക്കാൻ സ്പീക്കർ തുനിഞ്ഞതാണ് ഇതിനൊക്കെ കാരണം എന്നെനിക്ക് തോന്നുന്നു. ഈ പിണറായി വിജയൻ്റെ സമീപകാലത്തായിട്ട് ഒരുപാട് വിരോധികളുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ എതിർക്കുന്നവരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീഴ്ച കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ വായിൽനാക്കിൻ്റെ കുഴപ്പം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ധിക്കാരം കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായതെന്ന് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ തൊട്ട് പറയാൻ തുടങ്ങിയിട്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് വരെ അഭിപ്രായമുണ്ട്. അത്ര അധികം ശത്രുക്കളും വിരോധികളും ഇദ്ദേഹത്തിനുള്ള സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യും. ഇതുപോലുള്ള സുഹൃത്തുക്കളെയാണ് പുള്ളി ആദ്യം നിലനിർത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. AK ബാലൻ്റെ വാമൊഴി വഴക്കം, EP ജയരാജൻ്റെ ഓരോ ദിവസവും വെളിപാടുകൾ, അതിന് പുറത്ത് സ്പീക്കറുടെ റൂളിങ്ങുകൾ, ഇത്രയൊക്കെ ഭാഗ്യം ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും സഖാബ് ഷംസീർ ഇതേ രീതിയിലുള്ള റൂളിങ്ങുകൾ കൊണ്ട് നിയമസഭയുടെ ബാക്കി കാലത്തെ കൂടി പുഷ്കലമാക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഇൻകുലാബ് സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.